നമസ്കാരം എല്ലാ മച്ചാമാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ടെലഗ്രാമിലേക്ക് ആമിനേഷൻ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റിക്കർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റിക്കറല്ല, നമുക്ക് വേണ്ട പോലത്തെ മോഡൽ ഉണ്ടാക്കുന്ന സ്റ്റിക്കറല്ല. അങ്ങനത്തെ സ്റ്റിക്കർ ഉണ്ടാക്കണമെങ്കിൽ PC, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് അങ്ങനത്തെ ഒന്നും വേണം. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഫോണിൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ബാക്കിയുള്ള സ്റ്റിക്കർ നമ്മളുടെ പേരിൽ എങ്ങനെ ആക്കുന്നതാണ് സ്റ്റിക്കർ പറയുന്നത്, ആമിനേഷൻ സ്റ്റിക്കർ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. ഡൗട്ട് ഉണ്ടായാൽ നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പിൽ എൻ്റെ ചോദിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ചോദിക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്നതായിട്ട് തന്നെ ഈ ചാനൽ ഏതെങ്കിലും വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ചെയ്യേണ്ടത് സ്റ്റിക്കർ ആക്ടർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആമിനേറ്റർ സ്റ്റിക്കർ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ എനിക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ സ്റ്റിക്കറൊന്നുമില്ല. അപ്പോൾ ഞാൻ ആമിനേഷൻ സ്റ്റിക്കർ 2-3 പാക്ക് ഇപ്പോൾ ആഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സ്റ്റിക്കർ ഞാൻ ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സ്റ്റിക്കർ ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോന്നായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. അത് കുറേ ഒറ്റയടിക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, ഇത് ഏതിൻ്റെ സ്റ്റിക്കറാണെന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോന്നായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ട സ്റ്റിക്കറിനെ ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടത്ര സ്റ്റിക്കർ ഇപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഡിസ്ക്രിപ്ഷനുള്ള രണ്ടാമത്തെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക, അതായത് സ്റ്റിക്കർ ബോട്ടിൻ്റെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്റ്റിക്കർ ബോട്ടിലായിട്ട് സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം സ്ലാഷ് ടൈപ്പ് ചെയ്തിട്ട് ന്യൂ ആമിനേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ എനിക്ക് വേണ്ട ഒരു പേര് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ട ആമിനേറ്ററിന് വേണ്ട ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ യൂസർ നെയിം കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ യൂസർ നെയിമിൽ കൊടുത്താൽ ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആൾക്കാർ ജോയിൻ ആയാൽ നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് ആൾക്കാർ വെറുതെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഡെസ്ക് ടോപ്പ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന് ഇതിൽ കയറി ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഡെസ്ക് ടോപ്പല്ല യൂസ് ചെയ്യുന്ന, ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത അങ്ങോട്ട് പറയുന്നുണ്ടത് ഇതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനാണ്, അതായത് ഇമേജ് ആമിനേഷൻ സ്റ്റിക്കർ സെൻഡ് ചെയ്ത് കൊടുക്കണം. അത് സ്റ്റിക്കർ ആക്ടർ ബോട്ടിലേക്ക് പോവാം. നിങ്ങൾ നേരത്തെ സെൻഡ് ചെയ്ത സ്റ്റിക്കർക്ക് ഒരു റിപ്ലൈ കിട്ടിയിട്ട് ആ സ്റ്റിക്കറിൽ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കർ ആക്ടർ ബോട്ട് നേരെ സ്റ്റിക്കർ ബോട്ടിലേക്ക് അപ്പോൾ സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇമോജി ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇമോജി എനിക്ക് വേണ്ടൊരു ഇമോജിനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് ഏതൊരു സ്റ്റിക്കറും കൂടി ആഡ് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്റ്റിക്കർ ആണെങ്കിൽ ഇത് ഇങ്ങനെ ആഡ് ആക്കാം. അപ്പോൾ ഞാൻ അടുത്തൊരു സ്റ്റിക്കർ ആഡ് ആക്കണം. സ്റ്റിക്കർ ആക്ടർ ബോട്ടിൽ പോയിട്ട് നേരത്തെ കൊടുത്തിൻ്റെ സ്റ്റിക്കർ അതിൻ്റെ ഒരു റിപ്ലൈ കിട്ടിയതിന് ആ റിപ്ലൈ സ്റ്റിക്കർ നേരെ ഞാൻ എടുത്തിട്ട് നേരെ സ്റ്റിക്കർ ബോട്ടിൽ കൊണ്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. സെൻഡ് ചെയ്തതിന് ശേഷം ഒരു ഇമോജിനെ സെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇമോജി ആണെങ്കിൽ സെറ്റാക്കാം ഒരു സ്റ്റിക്കറിലേക്ക്. അപ്പോൾ ഞാൻ അടുത്തൊരു സ്റ്റിക്കർ ആക്കണം. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ ഇപ്പോൾ ഇതുപോലെ സെൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കർ ഇങ്ങനെ സെൻഡ് ചെയ്താൽ മതി. പിന്നെ ഇമോജൊക്കെ സെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് വേണ്ടത്ര സ്റ്റിക്കറിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ചെയ്ത ശേഷം സ്ലാഷ് പബ്ലിഷ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ കൊടുത്ത നിങ്ങളുടെ ആമിനേഷൻ സ്റ്റിക്കറിന് ഒരു പേര് കൊടുത്തിട്ട് അതിൻ്റെ പേരും നിങ്ങൾക്ക് കൊടുത്ത പേരിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തിട്ട് 100x100 ഒരു PX ആമിനേഷൻ സ്റ്റിക്കർ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് നമ്മുടെ കയ്യിലില്ല. ഇല്ലാത്തത് കൊണ്ട് സ്ലാഷ് സ്കിപ്പ് ഒന്ന് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഒരു ആമിനേഷന് ഒരു സ്റ്റിക്കർ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കറിന് പേരല്ല, യൂസർ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിം സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ടൊരു യൂസർ നെയിം സെൻഡ് ചെയ്തതിന് ശേഷം ഈ ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ആക്കാം സ്റ്റിക്കർ. ആഡ് ആക്കിയ ശേഷം നേരെ നിങ്ങളുടെ സേവ്ഡ് മെസ്സേജിലേക്കാണ്. സേവ്ഡ് മെസ്സേജിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ആമിനേഷൻ സ്റ്റിക്കറോട് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഇതിലേക്ക് സ്റ്റിക്കറിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ നേരെ സ്റ്റിക്കർ ബോട്ടിലേക്ക് അറിയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു എഡിറ്റ് ആക്കാനല്ല ആഡ് ആക്കാനാണ്. എഡിറ്റ് ആക്കുന്നത് ഇതിൽ തന്നെ ഉണ്ടല്ലോ കൊടുത്തിട്ട്. അപ്പോൾ ആഡ് ആക്കുന്നത് കാണിച്ചു തരാം. നിങ്ങൾ സ്ലാഷ് ആഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആഡ് സ്റ്റിക്കറിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം.
ആഡിലെ സ്റ്റിക്കറിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആനിമേഷന് ഒരു ലാസ്റ്റ് ഒരു യൂസർ നെയിം കൊടുത്തിട്ട് ആ ലിങ്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ആ കൊടുത്ത യൂസർ നെയിമിലൊക്കെ ഒന്ന് ക്ലിക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജിൽ നിന്ന് ആനിമേഷൻ സ്റ്റിക്കറും സെൻഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കർ ആക്ടർ ബോട്ടിൽ പോയിട്ട് ഒരു ആനിമേഷൻ സ്റ്റിക്കർ സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത ശേഷം ഒരു ഇമോജും കൂടി സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഡൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. /ഡണ്ണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ആനിമേഷൻ സ്റ്റിക്കർ സെൻഡ് ചെയ്തിട്ടുണ്ട് അവിടത്തേക്ക് ഒന്ന് വരാം. വന്നതിന് ശേഷം ആ സ്റ്റിക്കർ നിങ്ങളുടെ പാക്കേജിൽ നിന്ന് റിമൂവ് ആക്കിയിട്ട് ഒന്നും കൂടി ആഡ് ആക്കിയിട്ട് നിങ്ങൾ നോക്കാം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും നിങ്ങൾ ആക്കിയ സ്റ്റിക്കർ. അപ്പോൾ ഞാൻ ആക്കിയ സ്റ്റിക്കർ ആനിമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.